ചോയ്സ് എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു കൊറിയൻ പടമുണ്ട്. ഇത് ആക്ച്വലി കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയതാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ ബെസ്റ്റ് പടങ്ങളുടെ ലിസ്റ്റിലേക്ക് ഞാനത് ഉൾപ്പെടുത്തിയിരുന്നു. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. ഈ ഒരു പടം നമ്മുടെ പാർക്ക് ചാൻ വുക്കിൻ്റെ പടമാണ്. നമ്മുടെ ഓൾഡ് ബോയ്, ഡിസിഷൻ ടു ലീവ്, ഹാൻഡ് മെയ്ഡൻ, മറ്റേ ലേഡി ഓഫ് വെഞ്ചൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ. മൂപ്പരുടെ പടങ്ങൾ റീസെൻ്റ്ലി മൂപ്പർ ചെയ്തു മറ്റേ ഡിസിഷൻ ടു ലീവ് ആണ്. മൂപ്പരുടെ എല്ലാ പടങ്ങളും യുണീക്കാണ്. വെറുതെ ചറവറാന്ന് പടങ്ങൾ ഇറക്കില്ല. ഒരു 2-3 കൊല്ലം കൂടുമ്പോൾ നല്ലൊരു കിടിലം പടം ഇറക്കും. എല്ലാം വേറെ വേറെ ഒന്നിനൊന്ന് വേറെ 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 നല്ല വെറൈറ്റീസ് കോൺസെപ്റ്റുകൾ ചർച്ച ചെയ്യുന്ന വെറൈറ്റി പ്ലോട്ടുകളുള്ള പടമായിരിക്കും. ഭയങ്കര റിയാലിറ്റി ആയിട്ട് അടുത്ത് നിൽക്കുന്നതായിരിക്കും. ഭയങ്കര അധികം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേ രീതിയിലുള്ള ഒരു പടം തന്നെയാണ് ഈ നോ അതർ ചോയ്സ്. ഈ ഒരു പടത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു പേപ്പർ മിൽ ഇൻഡസ്ട്രി, അതിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തി, ആൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫ്യൂച്ചറാണ്, അല്ലെങ്കിൽ നമുക്ക് റോബോട്ടിക്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, ആൾക്കാരുടെ ജോലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്കിപ്പോൾ അറിയാമല്ലോ എയും കാര്യങ്ങളൊക്കെ. സോ അറ്റ് പ്രസൻറ്റ് സിറ്റുവേഷനിൽ നടക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വളരെ നല്ല രീതിയിൽ, ഒരു പക്ഷേ അതെങ്ങനെ ഹ്യൂമാനിറ്റി അഫക്റ്റ് ചെയ്യുന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ലേഡായിട്ട് കുറേ സാധനങ്ങൾ ഈ സിനിമയിലുണ്ട്. സോ അങ്ങനെയുള്ളൊരു വ്യക്തി, അതായത് ഒരു പേപ്പർ മിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തി, ആൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഓരോരുത്തരായിട്ട് കൊല്ലും. കാരണം അതിൻ്റെ മാനേജേഴ്സ് വന്ന് പറയുകയാണ് ഇതിലധികം ആൾക്കാർക്ക് വർക്ക് ചെയ്യേണ്ട, ഒരു പക്ഷേ ഇനി ഒരാൾ മതി, ആ ഒരു ഒറ്റ ആൾ, ബാക്കിയുള്ളതൊക്കെ റോബോട്ട് ചെയ്തോളൂ, ഇത് സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജിങ്ങിന് വേണ്ടിയിട്ട് ഒറ്റ ആൾ മതി. സോ അതിന് ഇങ്ങേരുടെ മുകളിൽ 1-2 ആൾക്കാരൊക്കെ ഉണ്ട്. സോ അവർ കാരണം മൂപ്പർക്ക് ജോലി കിട്ടില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ അവരെ കൊല്ലാൻ വേണ്ടി ആളെ ഇറങ്ങിത്തിരിക്കുന്നു. തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ പ്രധാന കഥ. ആൻഡ് ഇതിനപ്പുറത്തേക്കൊരു പേര് ഈ സിനിമയിൽ കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോ അതർ ചോയ്സ്, വേറെ വഴിയില്ല. സോ ഒരു നിവൃത്തിയില്ലാതെ, ഒരു വഴിയില്ലാതെയാണ് മൂപ്പര് ഈ പണിക്കിറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ സിനിമ മുഴുവനായിട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ സിനിമ ഒരു ബ്ലാക്ക് കോമഡി രീതിയിലാണ് ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, മൂപ്പരുടെ മറ്റെല്ലാ പടങ്ങളും പോലെ തന്നെ. ആൻഡ് സോ ഗുഡ്. ആൻഡ് ഇതിൽ നമ്മുടെ ലീ ബ്യുൻ ഹുൻ ആണ് മൂപ്പരാണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. നമ്മുടെ മറ്റേ ഐസോ ദി ഡബിളൊക്കെ, പിന്നെ നമ്മുടെ മറ്റേ ചോമിൻ സിക്കിനെ കൂടെ ഓപ്പോസിറ്റ് നിന്ന ക്യാരക്ടർ, പിന്നെ നമ്മുടെ സ്ക്വിഡ് ഗെയിമിലൊക്കെ ഉണ്ട് മൂപ്പർ. സോ മൂപ്പരാണ് ഇതിൽ മെയിൻ ക്യാരക്ടറെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇങ്ങനൊരു ക്യാരക്ടർ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല മൂപ്പരുടെ കരിയറിൽ. ഇത് നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ബ്ലാക്ക് കോമഡി എന്നുള്ളത് ആയതുകൊണ്ട് തന്നെ ഇത് ചില നേരത്തൊക്കെ നമ്മൾ ചിരിക്കും, പക്ഷേ അത് സീരിയസ് ആയിട്ട്, ഇപ്പോൾ ഈവൺ ഒരു കൊലപാതകം നടക്കുമ്പോഴടക്കം അവിടെ എത്ര ഡ്രമാറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ എത്ര കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് കോമഡി ആകും. പക്ഷേ ആ ക്യാരക്ടേഴ്സിന് അങ്ങനെയല്ല. അങ്ങനത്തെ നമ്മളിത് ആലോചിച്ച് കഴിയുമ്പോഴായിരിക്കും അമ്മേ ഇതിങ്ങനെയാണുള്ള സംഭവം എന്ന് ആലോചിക്കുക. പക്ഷേ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് ചിരി വരും. നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല മേക്കിംഗ് ആണ്. കുറച്ച് ടൈമുണ്ട്, ഒരു 2-2.5 മണിക്കൂർ എന്തുകൊണ്ട്. പക്ഷേ എവിടെയും ബോറടി ലാഗടിയൊന്നുമില്ല. നമുക്ക് ഈ ക്യാരക്ടേഴ്സ് ഒരു ഫാമിലി ലൈഫിൻ്റെ ഒരു ക്യാരക്ടറിന് ആ ഒരു ഫാമിലി ഇത് അറിയാതെ നോക്കണം, ഇവരെല്ലാം കൊല്ലുകയും വേണം, എന്നാൽ അത് നാട്ടുകാർ അറിയാനും പാടില്ല, ഇത് അവസാനം മൂപ്പർക്ക് കയറുകയും വേണം. അങ്ങനെ ഇങ്ങനെ നടത്തുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ മെയിനായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അധികം ഫിക്ഷണൽ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര റിയാലിറ്റിയുടെ അടുത്ത് നിൽക്കുന്ന അറ്റ് പ്രസൻറ്റ് സിറ്റുവേഷനെ വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്ത് പോയാൽ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് എവിഡൻ്റ് ആയിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ ഇന്നർ ഡെപ്തിൽ സിനിമ ഇതാണ് ചർച്ച ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നല്ലൊരു ഫീലായിരിക്കും പടം കിട്ടുക. സോ കണ്ടുവെക്കുക. നോ അതർ ചോയ്സ് ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം.